ഹലോ ഹായ്, ഇന്ന് നമ്മൾ എവിടെ ഉള്ളതെന്ന് അറിയാമോ? നമ്മൾ ഇന്നുള്ളത് ഒരു പ്രത്യേക ഒരു സ്ഥലത്താണ്. അത് മറ്റൊന്നുമല്ല, ഒരു അൽപ്പാക്ക ഫാമിലാണുള്ളത്. ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും വിചാരിക്കും എന്താണ് ഈ അൽപ്പാക്ക എന്ന്. അൽപ്പാക്ക എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, കാണുമ്പം ഒട്ടകത്തിൻ്റെ കൂട്ടിരിക്കും, പക്ഷേ അതൊരു ചെമ്മരിയാടിൻ്റെ മിക്സഡ് വേർഷനാണ്. ഒട്ടകത്തിൻ്റെ ചെമ്മരിയാടിൻ്റെയും കൂടെ ഒരു മിക്സഡ് വേർഷനായിട്ടുള്ളൊരു സാധനമാണ് അൽപ്പാക്ക. ദാ എൻ്റെ തൊട്ട് പറമ്പിലുണ്ട്. ഇവന്മാരെയാണ് നമ്മൾ അൽപ്പാക്ക എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഇവന്മാർ നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻ്റ് ഒറിജിനായിട്ടുള്ള ആനിമൽസാണ്. ശരിക്കും പെറ്റ് ആനിമൽസ് ആണ് കേട്ടോ. പക്ഷേ ഇവിടെ കൂടുതലും ഫാമിലാണ് ഇവരിത് വളർത്തുന്നത്. ഇതാ ഒരു പോകുന്ന കണ്ടില്ലേ, മനുഷ്യന്മാരുമായിട്ട് പെട്ടെന്ന് ഇണങ്ങുന്ന ഒരു ആനിമലും കൂടെയാണ്. പക്ഷേ കുറച്ച് ടൈം എടുക്കും. നമ്മൾ ഇവരുമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് അവരുമായിട്ട് നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇവർ നമ്മളോട്ട് ഇണങ്ങുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഇവർ നമ്മുടെ കൂടെ നടക്കാൻ വരുള്ളൂ. അപ്പം നമ്മളിന്ന് ബുക്ക് ചെയ്തേക്കുന്നത് വെച്ചാൽ അൽപ്പാക്കായിട്ടൊരു വോക്കാണ്. അപ്പം ഫസ്റ്റ് നമ്മൾ ഇവരുമായിട്ട് ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇവരുടെ ഈ ഫാം സറൗണ്ടിങ്സിൽ നമ്മൾ വോക്കിന് പോകുന്നത്. ഇപ്പം വെയിലടിക്കുന്നുണ്ടെങ്കിലും ഇവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങനെ മാറി മാറി നിൽക്കുക. കുറച്ച് മുന്നേ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വെയിലും മഴയൊക്കെ ഇങ്ങനെ മാറി മാറി നിൽക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം എന്താണെന്ന് നമുക്കറിയത്തില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് മഴ പെയ്യുമെന്നാണ്. എന്നാലും കുഴപ്പമില്ല, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആകുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ശരിക്കും നമ്മൾ ഈ ഫാമൊക്കെ ഇവിടെ അൽപ്പാക്ക യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഈ രോമം എടുത്തിട്ട് പലതരത്തിലുള്ള സ്റ്റഫ്സ്, അതായത് പല സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഫ്ലീസും പിന്നെ നമ്മുടെ ഇവിടെ ഉണ്ട് കേട്ടോ, ഹാൻഡ് ഫ്ലേസ്, അങ്ങനത്തുള്ള പല വെറൈറ്റി ഐറ്റംസ്. പിന്നെ ഈ അൽപ്പാക്കയുടെ രൂപം തന്നെ അതിൻ്റെ ഓൺ ആ ഒരു രോമം വെച്ചിട്ട് ഇവർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല വെറൈറ്റി പ്രോഡക്ട്സ് ഈ അൽപ്പാക്കയുടെ രോമം വെച്ചിട്ട് ഇവർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫാമിലൊക്കെ ഇവർ കൂടുതൽ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഈ കോഴിയും താറാവൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവർക്കും ഇവിടെ ഇങ്ങനെ കോഴിയും താറാവും ഫാം സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഈ കുഞ്ഞ് ചെറിയ അൽപ്പാക്കാനെ കൊണ്ടുപോയി നിർത്തും. അതായത് ഈ കുറുക്കനിൽ നിന്നൊക്കെ അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, കുറുക്കനൊക്കെ കോഴിയെ പിടിക്കാൻ വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവർ അവിടെ അൽപ്പാക്കയെ നിർത്തുന്നുണ്ട്. അപ്പം അത് നോക്കിക്കോളും. നമ്മുടെ ഈ ഓസ്ട്രേലിയൻ കൺട്രീസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ആട് ഫാം ഉണ്ടല്ലോ, ഈ ആടിൻ്റെയൊക്കെ ഫാമിൽ അൽപ്പാക്കാസിനെ വളർത്തുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഈ ആടിനെ എന്തെങ്കിലും വേറെ ജീവികൾ പിടിക്കാൻ വരുമ്പോൾ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഈ അൽപ്പാക്കാനെയും കൂടെ വളർത്തുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രൊട്ടക്റ്റഡ് ആനിമലാണ് ഈ അൽപ്പാക്ക എന്ന് പറയുന്നത്. ബാക്കിയുള്ള ജീവികൾക്ക് കൂടുതൽ പ്രൊട്ടക്ഷനും കൂടി കിട്ടും ഇവരെ വളർത്തുന്നതിലൂടെ. നമ്മൾ ഈ ഫാമിൽ വരുമ്പം അവരാദ്യം തന്നെ നമ്മുടെ ഷൂ ക്ലെൻസ് ചെയ്തിട്ടാണ് അകത്തേക്ക് കയറ്റിവിടുന്നത്. ഒരു ബയോസെക്യൂരിറ്റി മെഷർ എന്ന രീതിയിലാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. കാരണം നമ്മളെല്ലാവരും പല സ്ഥലത്തു നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടെയുള്ള ആനിമൽസിന് വേറെ ഡിസീസസ് ഒന്നും സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഷൂസൊക്കെ ആദ്യം ഡിസിൻഫെക്റ്റ് ചെയ്തിട്ടാണ് നമ്മളെ ഉള്ളിലേക്ക് അവർ കൂട്ടിക്കൊണ്ടു പോകുന്നത്. നമ്മൾ കയറി ചെല്ലുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ടൈപ്പിലെ സാധാ ആട് അവിടെ ഉണ്ടായിരുന്നു. ഇവരെയാണ് നമ്മൾ ആദ്യം കണ്ടത് അവിടെ. ഒന്നുമില്ല. മണി. How many alpacas here? 19. 19. Yeah, Okay. started with 3, now it's 19. Wrong way. So these are Actually, I am more curious to see the babies. yeah, you'll be walking the yearlings today, so they're 1 year old. So they're still babies. Oh, they're looking so cute. ഇത് വെച്ചിട്ട് ഡേഞ്ചറാ, തുപ്പുന്നുണ്ട്. ഇവരിവിടെ മെയിലിനെയും ഫീമെയിലിനെയും തമ്മിൽ എപ്പോഴും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇടുന്നത്. ആ ഒരു ബ്രീഡിങ്ങിൻ്റെ പർട്ടിക്കുലർ ടൈം ആകുമ്പോൾ മാത്രമേ ഇവരെ ഒന്നിച്ചിടുള്ളൂ. അതുവരെയും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇടുന്നത്. കാരണം ഈ ഒരു ബ്രീഡിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ലെങ്തിയാണ്. 10 to 12 months ഒക്കെ എടുക്കുമെന്നാണ് പറയുന്നത്. സോ ഇവർ ഇവിടെ 2 years ആകുമ്പോൾ മാത്രമേ ബ്രീഡ് ചെയ്യിപ്പിക്കുകയുള്ളൂ. അതുവരെ ഈ മെയിലിനെയും ഫീമെയിലിനെയും തമ്മിൽ എപ്പോഴും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇടുന്നത്. ഈ ഫാം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 3 അൽപ്പാക്ക ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഇവർ തന്നെ ബ്രീഡ് ചെയ്യിപ്പിച്ചാണ് ഇപ്പോൾ ഇവിടെ 19 അൽപ്പാക്ക ഉണ്ട് ടോട്ടൽ. അത് കുഞ്ഞുങ്ങളായിട്ടും മെയിലും ഫീമെയിലും അങ്ങനെ മൊത്തത്തിൽ എല്ലാം കൂടി ഇപ്പം 19 അൽപ്പാക്കയാണ് ഈ ഫാമിലുള്ളത്. Oh, be more Alan. ഇതിൻ്റെ പേര് അലൻ. ഹായ് അലൻ. ഹലോ. ഹായ്. അകത്തും കുറച്ച് അൽപ്പാക്കാസ് ഉണ്ട്.
അപ്പം അത് കാണിക്കും. അവരുമായിട്ടായിരിക്കും ചിലപ്പോൾ പോകുന്നത്, ഇവരുമായിട്ടായിരിക്കത്തില്ല. അതിനകത്ത് അത് സ്പെഷ്യലി ദേ ആർ സ്പെഷ്യലി ട്രെയിൻ ടു വാക്ക് വിത്ത് പീപ്പിൾ. ഓക്കെ, ഇതിൻ്റെ അകത്തുള്ള അൽപ്പാക്കാസ് എന്ന് പറയുന്നത് സ്പെഷ്യലി ട്രെയിൻഡ് ആണ്. അതുകൊണ്ട് ആപ്പിൾ നോക്കി, കാട്ടിലൊക്കെ ആപ്പിള് ഇതാ ഇവിടെ ഉണ്ട്, അതാ പിങ്ക് ആപ്പിൾസ്. Was your drive okay? Oh yeah, it's just 35 minutes drive. Good morning, how are you? നമ്മൾ ഫാമിൻ്റെ ഓണറിനെ കണ്ടപ്പം പുള്ളിക്കാരിയോടൊപ്പം പുള്ളിക്കാരിയുടെ ഡോഗ് ഉണ്ടായിരുന്നു. ഡോഗാണെങ്കിൽ നമ്മളെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ അടുത്തേക്ക് ഓടി വന്നു. ഒരുപാട് പരിചയമുള്ള ആൾക്കാരുടെ കൂട്ട് അത് ബിഹേവ് ചെയ്യുമായിരുന്നു. എന്നിട്ട് നമ്മുടെ മുന്നിലങ്ങ് കിടന്നു. അതിനോട് കൂടുതൽ സംസാരിക്കാൻ വേണ്ടിയിട്ടും ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ അതിങ്ങനെ ഓരോന്നൊക്കെ നമ്മളോട് കാണിക്കുമായിരുന്നു. Come and have a look. We've got a little Yeah. bit of paperwork to do as Ah, well, okay. guys. That's fine. And also my little alpaca shack, if we'll show you in a minute. Just Yes. there's lots of little souvenirs and things also. Hmm. But come this way, guys, and we'll see what you think to what we got in here. ഇതിൻ്റെ ഓണർ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. നമ്മളെ പുള്ളിക്കാരി ഫസ്റ്റ് ടൈം കാണുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരുടെ ബിഹേവിയറും കാര്യങ്ങളൊക്കെ നമ്മളെ ഒരുപാട് പരിചയമുള്ളതുപോലെയായിരുന്നു. ആദ്യം തന്നെ അൽപ്പാക്കയായിട്ടൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ കുറച്ചേറെ ക്യാരറ്റ്സിൻ്റെ കട്ട് പീസസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് തന്ന് അൽപ്പാക്കയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ഫുഡ് കിട്ടുമ്പോൾ അത് നമ്മുടെ അടുത്ത് കൂടുതൽ അടുപ്പം കാണിക്കുമല്ലോ. അങ്ങനെ ചെറിയ രീതിയിൽ അവർ നമ്മളെ ഫസ്റ്റ് ഒന്ന് ഇൻട്രാക്ട് ചെയ്യിപ്പിച്ചു. എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്ത് ഇവരുടെ ഓരോരുത്തരുടെയും പേരൊക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുമായിരുന്നു. ഇത് ഇവിടെ 2 ഡോങ്കീസാ, മദറും ഡോട്ടറോ. Mummy and daughter. മമ്മി ആൻഡ് But ഡോട്ടർ. Connie, you can stroke her. She's fine. ഇവനാണ് ഈ ഫാമിലെ ആദ്യമായിട്ട് ജനിക്കുന്ന അൽപ്പാക്ക എന്ന് പറയുന്നത്. ഫസ്റ്റ് ബോൺ ബേബിയാണ് ഇവൻ. ഇവൻ ശരിക്കും ജനിക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്മേച്ചോർഡായിരുന്നു. 3 വീക്സ് ഇമ്മേച്ചോർഡായിട്ടാണ് ഇവൻ ജനിക്കുന്നത്. അപ്പോൾ ഇവർക്കത് ഒരു 2 months ടൈം വേണ്ടി വന്നു ഇവനെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി. നമുക്കിപ്പം അറിയാലോ, നമ്മൾ കുഞ്ഞുങ്ങളാണെങ്കിൽ ഇമ്മേച്ചോടെ ബേബീസിനെ നമ്മൾ ഭയങ്കര കെയർ കൊടുത്തെങ്കിലല്ലേ അവരെ ഡെവലപ്പ് ആയി വരുള്ളൂ. അതേപോലെ ഇവന് ഒരു 2 months ടൈം കൊടുത്തിട്ടാണ് ഇവനെ ഒന്ന് സെറ്റാക്കി എടുത്തത്. പക്ഷേ ഇവന് ചെവി കേൾക്കത്തില്ല. പക്ഷേ ഇവർ തമ്മിൽ എന്താ പറയുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, സംസാരിക്കും. അത് അറിയാലോ, മൃഗങ്ങൾക്ക് അവരുടേതായ ഒരു സ്പെഷ്യാലിറ്റി കാണുമല്ലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ പറയുന്നതൊന്നും ഇവന് കേൾക്കത്തില്ല. ആൾ ഇത്തിരി പ്രശ്നക്കാരനാണെന്ന് പറഞ്ഞു, പക്ഷേ ആൾ ഭയങ്കര ജെനുവിനാന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ ഇവരുടെ ഫാം ഷോപ്പിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പല വെറൈറ്റീസ് ഐറ്റംസ് ഉണ്ട്. ഈ ഐറ്റംസ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഈ അൽപ്പാക്കാൻ്റെ അവരുടെ ആ ഒരു രോമം ഉണ്ടല്ലോ, ആ രോമം വെച്ചിട്ട് അവർ ഉണ്ടാക്കിയ പല വെറൈറ്റി സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. പക്ഷെ പല സാധനങ്ങളും നമ്മൾ കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഇത് കണ്ടോ, കുറച്ച് പെൻസാണേ. ഈ പേന എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഈ അൽപ്പാക്കാൻ്റെ രോമം എടുത്തിട്ട് അവർ പല കളറിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് ഉണ്ടാക്കി വെച്ചേക്കുക. ഇതൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുക. നമുക്ക് ഇഷ്ടമുള്ളവർക്ക്, അതായത് ഇതിലേക്ക് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഇതൊക്കെ വന്ന് കണ്ട് പർച്ചേസ് ചെയ്യും. അപ്പം അങ്ങനെ ഈ പേനയ്ക്ക് എത്ര രൂപ? പേനയുടെ പ്രൈസ് പറഞ്ഞായിരുന്നു, ഇവിടെ ഒന്നും എഴുതിയിട്ടില്ലെന്ന് തോന്നുന്നു. How much for the pen? The pens are $3.95. 395. They've got alpaca. ഓക്കെ. അപ്പോൾ ഒരു പേനയ്ക്ക് 395 pounds ആണ്. പക്ഷേ എന്താ പറയുന്നത്, ഒരു ഡിഫറെൻറ്റ് തിങ് ആയതുകൊണ്ട് ആൾക്കാർ വാങ്ങിക്കും. പിന്നെ അതേപോലെ ഇവിടെ പല വെറൈറ്റി ഇങ്ങനെ മക്സൊക്കെ ഇരിപ്പുണ്ട്, നമുക്ക് അത് വേണേൽ പർച്ചേസ് ചെയ്യാം. പിന്നെ ഇത് ലോക്കൽ ഹണിയാണ്, അപ്പം നമുക്ക് അതും വേണേൽ വാങ്ങിക്കാം. അവിടെ വെച്ചേക്കുന്ന എല്ലാം നമുക്ക് വരുന്നവർക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊക്കെ കീ ചെയിൻസ്, അതായത് ഇവിടെ തന്നെ ഉള്ള അൽപ്പാക്കയുടെ പേരിലുള്ള കീ ചെയിൻസാണ്. ഇത് നമ്മൾ മുമ്പ് കണ്ട ആൽഫി ഉണ്ടല്ലോ, ആൽഫിയുടെയാണിത്. ഇത് ബാറ്റ്, ഇവരെയൊക്കെ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ആനി, ഇത് ആനീൻ്റെയാണ്. ആനിയൊക്കെ നമ്മൾ വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ആനിയുടെ കീ ചെയിനാണിത്. അങ്ങനത്തെ എല്ലാ ഐറ്റം കീ ചെയിനും. പിന്നെ ഇത് മാഗ്നറ്റ് ആട്ടോ, സോറി, ഇത് മാഗ്നറ്റ്സ് ആയിരുന്നേ.
ഇതായിരുന്നു കീ ചെയിൻസും ഈ പറയുന്ന പോലെ ഇവരുടെയൊക്കെ ഈ അൽപ്പാക്കാസിൻ്റെ ഒക്കെ പേരിലുള്ള കീ ചെയിൻസാണ്. ഇതിപ്പം അലൻ്റെ കീ ചെയിനാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടീഷർട്ട്സ് ഉണ്ട്. ടീഷർട്ട്സ് കൂടുതൽ അലൻ്റെ പേരിലാണ് പ്രിൻ്റ് ചെയ്തേക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇത് ബാഗാണ് കേട്ടോ. ഇത് ടീഷർട്ട്സ് ആണ് അലൻ്റെ പേരിലുള്ള. ഇത് ബ്ലാക്ക് ടീഷർട്ട്, ഇത് വൈറ്റ്, ഇതെല്ലാം ഇവിടുത്തെ അൽപ്പാക്കാണ് കേട്ടോ. പിന്നെ ഇതാണ് ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. ഇത് നമ്മുടെ ഇവിടെ ഉള്ള ഒരു അൽപ്പാക്കയുടെ രോമം. ഇത് ഒറിജിനൽ രോമമാണ്, അത് വെച്ചിട്ട് അവർ ഉണ്ടാക്കിയ സാധനമാണ്. ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ഇത് കാണുന്ന പോലെ തന്നെ തൊടാനും ഭയങ്കര സോഫ്റ്റാണ്, നല്ല രസമുണ്ട്. ഇത് തൊടാനൊക്കെ ഭയങ്കര സുഖമായിട്ടുണ്ട്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ വേറെയും ഒരുപാടുണ്ട് കേട്ടോ. ഇതുമൊക്കെ, പക്ഷേ ഇതൊന്നും ഒറിജിനൽ അല്ല. ഇതല്ലാതെ അവർ ആ അൽപ്പാക്കയുടെ രൂപത്തിൽ ചെയ്തു വെച്ചേക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഇതൊന്നും ഒറിജിനൽ രോമങ്ങളോ ഒന്നുമല്ല. ഇത് കണ്ടില്ലേ, ഈ ഫ്ലീസ് ഗ്ലൗസ് ആണ്. അതൊക്കെയും ഈ അൽപ്പാക്കയുടെ രോമം വെച്ചിട്ടുണ്ടാക്കിയത് ഈ ഗ്ലൗസ്. പിന്നെ ഇവിടെ ഹെയർ ബാൻഡ്സ് ഉണ്ട്. ഇതും അൽപ്പാക്കയുടെ രോമം വെച്ചിട്ട് ആക്കിയ സാധനങ്ങൾ. പക്ഷേ ഇതൊക്കെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. കാരണം ഇതൊക്കെ ഒറിജിനൽ ഇതിൻ്റെ രോമം വെച്ച് ഉണ്ടാക്കിയതായതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര എക്സ്പെൻസീവാണ് കമ്പയറിങ് വിത്ത് ദീസ്. ഓക്കെ, പിന്നെന്താ, ഈ കാണുന്നതുണ്ടല്ലോ, ഇത് ഈ ഫാമിൻ്റെ ഓണർ നമുക്കിപ്പോൾ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന പുള്ളിക്കാരുണ്ടല്ലോ, ആ പുള്ളിക്കാരിൻ്റെ 13ാമത്തെ വയസ്സിൽ ഹോഴ്സ് റൈഡിങ്, നമ്മുടെ ബർമിംഗ്ഹാമിൽ വെച്ച് നടന്ന ഹോഴ്സ് റൈഡിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൻ്റെ ഒരു പിക്കാണത്. അതിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 13ാമത്തെ വയസ്സിലാണെന്ന് ഓർക്കണം. അത്രയ്ക്ക് ഇവർ പാഷനേറ്റ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. എനിക്ക് തോന്നുന്നു അവരിത് കുറച്ചും കൂടി പാടായിരിക്കും മാനേജ് ചെയ്യാൻ തോന്നുന്നു. ഇവൻ കുഴപ്പമില്ലായിരിക്കും. Annie, no, you can't come with us. No, Annie. അപ്പം ഇപ്പം ആൽഫിയെ കൊണ്ട് നമ്മൾ പോവാ ആൽപ്പാക്ക റൈഡിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് എങ്ങോട്ടും ഇല്ല. ഇവർ ഈ ഫാമിന് ചുറ്റും കുറച്ച്, അതായത് ഈ ഒരു സറൗണ്ടിങ്സിലാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. ഇവിടെ ഇങ്ങനെ കുറച്ച് ഏരിയ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവനെയും കൊണ്ട് ഇങ്ങനെ നടക്കാം. അപ്പോൾ ഇവർ ശരിക്കും അൽപ്പാക്കാസ് സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ളവരാണ്. ഇങ്ങനെ വരുന്ന ഇഷ്ടപ്പെടുന്നത് അൽപ്പാക്ക വാക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെയും കൊണ്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ളതാണ്. This is our horse box lounge as well, guys, where you can sit. Okay. Used to be where we took the horses to the shows. Is there another truck? That's a truck, yeah. ഓക്കെ, ഇവിടെ 2 ട്രക്കുകളാട്ടോ വെച്ചേക്കുന്നത്. നമ്മൾ ആദ്യം മറ്റേ ഫാമിൽ കയറിയില്ലായിരുന്നു, അല്ല ഫാം ഷോപ്പിൽ കയറിയില്ലായിരുന്നു. ആ ഫാം ഷോപ്പ് ഒരു ട്രക്കായിരുന്നു. ഇപ്പോൾ ഇവർ കാണിച്ചത് ഒരു ട്രക്കാണ്. So this is Bertie and Basil. So these are my 1-year-old babies. ഇവർ ബേബീസാണ് കേട്ടോ. ഈ കാണുന്ന 2 പേർക്കും 1 വയസ്സേ ഉള്ളൂ. വാട്ട്സ് ദ നെയിം? Bertie and Basil. ബർട്ടി ആൻഡ് ബസൽ. ഡിഫറെൻറ്റ് നെയിംസ് ആണ് എല്ലാവർക്കും. അവർക്ക് 2 പേർക്കും 1 വയസ്സേ ഉള്ളൂ കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്, കുഞ്ഞി പിള്ളേരാ. അവരെ നമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ ആൽഫിയുടെ കൂടെ നിൽക്കാൻ പറഞ്ഞു. ആൽഫി പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങോട്ട് അടുക്കുന്നില്ല. പക്ഷെ മറ്റേ ആനി നന്നായിട്ട് അടുത്തായിരുന്നു കേട്ടോ. എൻ്റെ അടുത്ത് നിന്നിട്ട് ആള് നന്നായിട്ട് അടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആൽഫി അങ്ങോട്ട് അടുക്കുന്നില്ല. ഞാൻ തടവാൻ പോകുമ്പോഴൊക്കെ ഉണ്ടോ മാറി മാറി പോവാ. എന്ത് പറ്റി ആൽഫി? He doesn't like me. He wants to go off. Let me roll. I don't have carrots for you, darling. ഇപ്പോൾ ക്യാരറ്റ് ആണെങ്കിൽ ഇപ്പം വീഴും ആള്. ക്യാരറ്റ് വേണ്ടിയിട്ടാണ്. അവിടെ കണ്ടോ, അവരുടെ കയ്യിൽ മറ്റേ ക്യാരറ്റിൻ്റെ ഒരു ബാഗ് ഇവിടെ ഇരിക്കുന്നത് കണ്ടോ. ഇവരെ 2 പേരെയും കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ കൂടെ. ഇവർ അടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുവാണേ. This is Bertie and Basil. This is Bertie, Basil. Yeah. Bertie. So this is Bertie. Hi, Bertie. Basil. Oh no. Basil's quite shy, yeah. You have to be very slow moving and then they're fine. Hi, Bertie. No. You have to bond with them. The young ones take a bit more time to bond with, but they have to kind of be very sensitive and wary because everything's a predator to alpacas. So you have to check everything out to make sure it's not going to hurt them. So once you've gained a bond and their trust, and they're absolutely fine. Okay. And you also have to kind of become part of the pack as well. So you have to kind of become an alpaca.
and join the herd, and then you'll be fine. Anything that comes in could be a predator. Yeah. ഇവർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ അൽപ്പാക്കയായിട്ട് ആദ്യം ഒരു ബോണ്ട് ഉണ്ടാക്കിയെടുക്കണം. അതായത് ഇവരുടെ ആ ഒരു ട്രസ്റ്റും അവർ നമ്മളെ ഇഷ്ടപ്പെടണം. എങ്കിൽ മാത്രമേ ഇവർ നമ്മളുമായിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിന് ഇവർക്ക് കുറച്ച് ടൈം എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതുമായിട്ട് കുറച്ച് ടൈം ഇങ്ങനെ ബോണ്ടാക്കി എടുത്തതിന് ശേഷം ഇവർ നമ്മുടെ കൂടെ വരും. അതായത് ഇവർ നമ്മളെ വിശ്വസിക്കണം, നമ്മൾ ഓക്കെയാണ്, നമ്മളെ കൂടെ വന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരാണെന്ന്. എങ്കിലാണ് ഇവർ കൂടെ വരുന്നത്. ഐ എം ടോക്കിംഗ് മൈ റീജിയണൽ ലാംഗ്വേജ്. ഐ നോ യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. Do you want me to show you how we hold them? Yeah. Yes. Are you ready? Yeah. You want this one? ഏത് വേണം, കുഞ്ഞു വേണോ മറ്റേത് വേണോന്ന്? രണ്ടും He likes both. He likes both. You got Alfie or Bertie? നമുക്ക് ബർത്തേ പിടിച്ചാലോ? ബർത്തേ കുഞ്ഞാ. But Bertie does go off and do his own thing, so you will have to control him. Yeah. Okay? Yeah, that's fine. ആൽഫി അടുക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇവൻ്റെ പേരെന്തായിരുന്നു? ബേർസ്റ്റ്. I forgot his name. Bertie. 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 പേരറിയത്തില്ല, കൂടെ വരത്തില്ല. They might want to go to the toilet. Yeah. Okay. They can take up to 6 minutes. 6 മിനിറ്റ് ഒക്കെ എടുക്കും കേട്ടോ ഒരു ടോയ്ലറ്റിൽ പോകാന്നുണ്ടെങ്കിൽ. And if one goes, they might all go. This is their toilet. ഈ കാണുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് ഇവരുടെ ടോയ്ലറ്റാണ്. ഇവിടെ മാത്രമേ ഇവർ പോകുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ പുറത്തൊക്കെ കൊണ്ടുപോയാലും ഇവർ ടോയ്ലറ്റൊന്നും പോവില്ല. ഇത് ഇവർക്ക് നന്നായിട്ട് ടൈം എടുക്കുന്നുണ്ട്. ടോയ്ലറ്റിൽ പോകാൻ ചിലപ്പോൾ 6 മിനിറ്റ് ഒക്കെ എടുക്കുമെന്ന് ഇവർ പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതുമായിട്ട് നല്ല മിങ്കിളായിട്ടുണ്ട്. ഇതിപ്പം എനിക്ക് തോന്നുന്നു ബർത്തി ആയിട്ട് ഞാൻ ഒരുവിധം സെറ്റായി. കമോൺ. ഇവരുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവരിങ്ങനെ നൈസായിട്ട് നടന്ന് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വരത്തില്ലായിരിക്കും. ഇന്നത്തെ ദിവസം ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഒരു സൺഷൈനും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെറിയ ചാറ്റമഴ നനഞ്ഞുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഇന്ന് ചെറിയ വോക്കായിപ്പോയി മഴ കാരണം. എന്നാലും കുഴപ്പമില്ല. നമ്മൾ മഴ മാത്രമേ ചെറിയൊരു പ്രശ്നമുള്ളൂ. നമ്മൾ നമ്മുടെ അൽപ്പാക്ക റൈഡൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ പോകാൻ നിൽക്കും. അപ്പോൾ ഇവന്മാരെ ഇവിടെ നിന്ന് ബൈ പറഞ്ഞിട്ട് പോകാനൊരു മടി. എന്തോ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ നമുക്കറിയത്തില്ല. ഇതുണ്ടെങ്കിലോ ഇത് ഇവിടുത്തെ ഒരു ഹോഴ്സ് ബോക്സ് എന്നാണ് ഇവർ പറയുന്നത്. ഇവർക്കിവിടെ 4 കുതിരകളുണ്ട്. അപ്പം ആ 4 കുതിരകൾ നമുക്ക് കാണാൻ പറ്റത്തില്ല. കാരണം നമ്മളിവിടെ ടിക്കറ്റ് എടുത്തേക്കുന്നത് വെച്ചാൽ അൽപ്പാക്കയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് മാത്രമേ എൻട്രി ഉള്ളൂ. അതുകൊണ്ട് ഹോഴ്സിനെ നമ്മൾ കണ്ടില്ല. പക്ഷേ ഇവർ ഹോഴ്സ് ബോക്സിനകത്ത് നമ്മളെ കയറ്റി. എന്ന് വെച്ചാൽ ഇവരുടെ ഈ ഹോഴ്സസിനെ പല ടൈപ്പിലുള്ള റൈഡിലൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പം ആ റൈഡിൽ ഇവർ വിൻ ചെയ്തിട്ടുള്ള മെഡൽസും കാര്യങ്ങളും ഒക്കെയാണ് ഈ വെച്ചേക്കുന്നത്. അത് ഇവർ ഇങ്ങനെ വെച്ച് പ്ലേസ് ചെയ്തേക്കുക. അപ്പം നമുക്കിങ്ങനെ ഒരു മെമ്മറി പോലെ വന്നിങ്ങനെ കാണാൻ പറ്റും ഓരോ വർഷത്തിൽ ഇവരുടെ വിന്നിങ് മെമ്മറീസ്. ഇത് ഇവരിവിടെ അൽപ്പാക്കയുടെ ഫ്ലേസ് രോമങ്ങളൊക്കെ എടുത്ത് പല പല കവറിലാക്കി ഇങ്ങനെ വെച്ചേക്കും. നമുക്ക് കാണാൻ പറ്റും പല കളർ അൽപ്പാക്കാസിൻ്റെ രോമങ്ങൾ, കറുപ്പിൻ്റെയും വെള്ളയുടെയും ഗ്രേ കളറിൻ്റെയും എല്ലാത്തിൻ്റെയും എടുത്ത് വെച്ചേക്കോ. ഇന്ന് ശരിക്കും നമുക്കൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഉള്ളൊരു ദിവസമായിരുന്നു. നമ്മൾ കുറച്ചൊക്കെ പ്ലാൻ ചെയ്തെങ്കിലും ഇവിടെ വന്നപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാട്ടിലും കൂടുതൽ നമുക്ക് ഇവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു. കാരണം നമ്മൾ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണല്ലോ. പ്രത്യേകിച്ച് ഇതിനെ നോർമലി ഫാമിൽ പോയി കഴിഞ്ഞാൽ നമുക്കിതിനെ കണ്ട് അതുമായിട്ട് കുറച്ച് നേരം നിന്നിട്ടൊക്കെ വരാത്രേ ഉള്ളൂ. പക്ഷേ ഇത് നമുക്ക് അതിനെ തൊട്ട് തലോടി നമുക്ക് കൊണ്ട് നടന്ന് അങ്ങനെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാൻ കാണിക്കാൻ മറന്നേ, നമ്മളിവർ ഫാം ഷോപ്പിൽ നിന്ന് 2 മാഗ്നറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിതാ ഇവന്മാരെ തന്നെ വാങ്ങിച്ചത് കേട്ടോ. ബർട്ടിനെയും ബാസിലിനെയാണ് നമ്മൾ വാങ്ങിച്ചത്.
ജസ്റ്റ് ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ചത്. നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും നമ്മൾ അവിടുത്തെ സ്വനേഴ്സ് നോർമലി വാങ്ങിക്കാറുണ്ട്. അപ്പം നമ്മൾ ഇവിടെ നിന്നും ഇവിടുത്തെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് നമ്മൾ മാഗ്നറ്റ്സ് വാങ്ങിച്ചതാണ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇന്നത്തെ നമ്മുടെ വിശേഷം അത്രയേ ഉള്ളൂ. നമ്മുടെ പുതിയ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.